മലയാള ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടിയാണ് മികച്ച നടൻ. ഭ്രമരം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്. എന്നാൽ അതിനോടൊപ്പം തന്നെ വിവാദമായ ഒരു അവാർഡുണ്ട്. അത് മിസ്റ്റർ വേടന്റേതാണ്. കേരളം 1-2 വർഷം ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന ആളാണ് വേടൻ. വേടന് കൊടുത്ത അവാർഡാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വേടൻ കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് വരികൾ എഴുതിയതെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ കവികളും കഞ്ചാവ് വലിക്കുന്നവരും മദ്യപിക്കുന്നവരും ഒക്കെ ആയിരുന്നു. കവികൾ മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന കവികൾ വരെ നമുക്കുണ്ടായിരുന്നിട്ട് അവർക്കൊക്കെ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാണ് വേടന് മാത്രം ഒരു അവാർഡ് കൊടുത്തതിൽ ഇത്രമാത്രം എതിർക്കപ്പെടേണ്ടത്? അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണോ? അതെ, അദ്ദേഹം കറുത്ത മനുഷ്യനായതുകൊണ്ടാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്കാണോ അവാർഡ് കൊടുക്കേണ്ടത്? ഓരോ പ്രാവശ്യവും ജൂറിയുടെ മുമ്പിൽ എത്തുന്ന സിനിമകൾക്കാണ്, അതിലെ പാട്ടുകൾക്കാണ്, അതിലെ ക്യാമറാമാനാണ്, അതിലെ മേക്കപ്പ്മാനാണ്, അങ്ങനെയൊക്കെയാണ് ഓരോ അവാർഡുകൾ കൊടുക്കുന്നത്. അല്ലാതെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവാർഡ് കൊടുക്കുകയല്ല. അദ്ദേഹത്തിന്റെ കുതന്ത്രതന്ത്ര മന്ത്രങ്ങളൊന്നും അറിയില്ലടാ എന്ന വരികൾ ജനകീയമായ ഒരു പാട്ടാണ്. അതിൽ അവാർഡ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. പിന്നെ അദ്ദേഹം പെണ്ണുപിടിച്ചതോ അദ്ദേഹം കഞ്ചാവടിച്ചതോ അതൊന്നും ഈ പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യവുമില്ല. കാരണം അവരുടെ ചിന്താമണ്ഡലം തുറക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് എന്നാണ് അവരുടെ വാദം. ഇവിടുത്തെ പ്രശ്നം ജാതി വിവേചനമാണ്. അതുകൊണ്ടാണ് വേടനെ ഇത്രയും ശക്തമായി എതിർക്കുന്നത്. അല്ലാതെ അദ്ദേഹം കഞ്ചാവ് വലിച്ചത് കൊണ്ടല്ല, അദ്ദേഹം ഏതെങ്കിലും പെൺകുട്ടികളെടുത്ത് പോയത് കൊണ്ടല്ല. ജയിലിൽ കിടന്നുകൊണ്ട് എത്രയോ പേര് അവാർഡുകൾ മേടിച്ചിരിക്കുന്നു, എത്രയോ പേര് MLA MP ആയിട്ടൊക്കെ മത്സരിച്ച് ജയിച്ചു വന്നിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല. വേടന് മാത്രം ഒരു അവാർഡ് കൊടുത്തത് ഭയങ്കര സംഭവമായി പോയി എന്ന് വാദിക്കുന്ന ജാതി വെറിയന്മാരാണ് നമ്മുടെ സമൂഹത്തിന് ശാപമായി കൊണ്ടിരിക്കുന്നത്.